ഞാൻ ഇത് ഈ വീഡിയോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഹെൽപ്ഫുള്ളായാൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഞാൻ ഭയങ്കര സന്തോഷപ്പെടും. കാരണം ഞാനൊരു ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കറായിട്ടാണ് അല്ലെങ്കിൽ പേഴ്സണൽ സപ്പോർട്ട് വർക്കറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കാനഡയിൽ. അപ്പം നമ്മൾ ലാസ്റ്റ് വീക്കിൽ തന്നെ 3 HIV പേഷ്യൻസ് ഫ്ലോറിലുണ്ടായിരുന്നു. ബേസിക്കലി എൻ്റെ ഇഗ്നോറൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് TOA വായിക്കാത്തതെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ വായിക്കാൻ പോലും പോയിട്ടില്ല എന്ന് പറയാം. ഇപ്പം ആദ്യത്തെ പേഷ്യൻ്റെ ഫ്ലോറിൽ രക്തം HIV ആണെന്ന് ഓർത്താണ് വീണ് ലൈക്ക് ബ്ലീഡിങ് ആയിരുന്നു. ഒരു മലയാളി ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം ഗൗണപ്പ് ചെയ്തതാണ്. ഇപ്പം പേഴ്സണൽ സപ്പോർട്ട് വർക്കർ പേഴ്സണൽ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ക്ലോസ് കോണ്ടാക്റ്റ് ആയിരിക്കും ഇവരുമായിട്ട്. ഗൗണപ്പ് ചെയ്യുക, പ്രിക്കോഷൻസ് എല്ലാം എടുക്കുക. മറ്റേ ഡ്രോപ്ലെറ്റ് റൂമിലല്ല ഇവർ. ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പം എയർബോൺ ഡിസീസിന് വേണ്ടിയുള്ള റൂംസ് ഉണ്ട്. അത് പേഴ്സണലി ഒരാൾക്ക് ഒരെണ്ണമാണ്. ബേസിക്കലി ബാക്കിയുള്ളവരുടെ അടുക്കലായിരിക്കും ഇവരും താമസിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നത് ആ സെയിം റൂമിൽ, ഷെയർഡ് റൂമിൽ. ഏതൊരു ഹെൽത്ത് കെയർ വർക്കർ ആണെങ്കിലും ഗൗണപ്പ് ചെയ്യുക ബേസിക്കായിട്ടുള്ളത്. ആരാണെങ്കിലും ശരി, എന്ത് കെയർ ആണെങ്കിലും ശരി, നമ്മൾ പേഴ്സണലായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുവാണെങ്കിൽ മാസ്ക്, ഗൗണപ്പ് എല്ലാം ചെയ്തിട്ടേ പോകാവുള്ളൂ. എൻ്റെ റിക്വസ്റ്റാണിത്.